നമുക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോജോ സി കുര്യൻ സാറ്. ഞാൻ നേരിട്ട് അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹവുമായൊരു ഓൺലൈൻ ബന്ധമുണ്ട്. ഒരു ഓൺലൈൻ മീറ്റിങ്ങിന് അദ്ദേഹം എന്നെ ക്ഷണിച്ചത് തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു. വളരെ അനുഗ്രഹമായൊരു മീറ്റിംഗ് ആയിട്ട് ഞാൻ ഓർക്കുന്നു. മേ ഐ കോൾ അപ്പോൺ ബ്രദർ അരവിന്ദ്. ഇപ്പോൾ USIയിലെ ഒരു ഒഫീഷ്യൽ സ്റ്റാഫ് കൂടിയാണ് അരവിന്ദ്. അതുകൊണ്ട് മേ ഐ കോൾ അപ്പോൺ അരവിന്ദ് ടു കം ആൻഡ് ഇൻട്രൊഡ്യൂസ് ജോജോ സാർ ടു ഓൾ ഓഫ് അസ്. പ്ലീസ് കം ബ്രദർ അരവിന്ദ്. USIയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു ആയിരുന്നു ജോജോ ചാൻ. കഴിഞ്ഞ ഏപ്രിൽ 30 അദ്ദേഹം റിട്ടയർ ചെയ്തു. പക്ഷേ ഇന്നും സജീവമായിട്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലയിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാനും ജോജോ ചാനും തമ്മിലൊരു ഈ കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ടുള്ള ചെറിയ ബന്ധങ്ങളേ ഉള്ളൂ. എങ്കിലും വളരെ വളരെ അടുപ്പം എല്ലാവരോടും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ജോജോ ചാൻ. അതിനേക്കാളൊക്കെ ഉപരി നല്ലോണം പാട്ടുപാടിയും പല സാഹചര്യങ്ങളിലും പല ഗാനങ്ങളൊക്കെ എഴുതുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല USIയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ഒരു 30 വർഷക്കാലം 30 വർഷക്കാലം USIയിൽ സേവനമനുഷ്ഠിച്ചു. സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടും റീജിയണൽ സ്റ്റാഫായിട്ടും എല്ലാം സേവനമനുഷ്ഠിച്ചു. പലപ്പോഴും ഞങ്ങൾക്ക് വേണ്ട ഡാറ്റാബേസൊക്കെ ഞങ്ങളൊന്ന് വെരിഫൈ ചെയ്യുന്നത് പലപ്പോഴും ജോജോ ചാനുമായിട്ടാണ്. കാരണം ജോജോ ചാൻ അത്രയും ഒരു ഇൻവോൾവാണ് ആ മിനിസ്ട്രിയിൽ. ഞങ്ങളുടെ ഒരു ലെവലിലുള്ള എല്ലാ ആൾക്കാരെയും, ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരെയും അറിയാം. ഇന്ന ആളാരാ അച്ചായെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ന ആളാണെന്ന് പറഞ്ഞു തരാൻ പറ്റിയ അത്രയും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതോടൊപ്പം ഈ USIയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. ക്യാമ്പസുകളിൽ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇത്രയും ദീർഘകാലം വളരെ അധികം സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്കും എല്ലാം വളരെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ജോജോന് സഹായിച്ചിട്ടുണ്ട്. തുടർന്നും അദ്ദേഹത്തുമായിട്ടൊക്കെ കുറച്ച് കാലമേ എനിക്ക് സമയം കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ ഈ റീസെൻ്റ്ലി ഒന്ന് തൃശ്ശൂർ ഒരു കോൺഫറൻസ് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഒന്ന് ട്രാവൽ ചെയ്തു. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തേക്കുന്ന സമയം. അതിനപ്പുറത്തേക്ക് ഫോണിലൊക്കെ ഉള്ള ബന്ധമേ ഉള്ളൂ. പക്ഷേ ഒരു നല്ല ഹൃദയം കൊണ്ടൊരു അടുപ്പം നമ്മളോട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. വളരെ സന്തോഷത്തോടെ ചോദിച്ചാൽ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹം അറിയിക്കുകയാണ്. പാസ്റ്റർ മാത്യു പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയൊരു കറക്ഷൻ. അദ്ദേഹം എന്നെ ഓർക്കുന്നില്ലെങ്കിലും എനിക്കത് നല്ല ഓർമ്മയുണ്ട്. പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എപ്പോഴാണെന്ന് ചോദിച്ചാൽ മാരാമംഗലം സ്റ്റോളിൽ ഓയിൻമെൻറ്റ് സ്റ്റോളിൽ നിന്ന് കാലങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് നമ്മൾ നല്ല പറഞ്ഞു, നമ്മൾ വർത്തമാനം പറഞ്ഞു തന്നു. പിന്നെ വലിയ ഗ്യാപ്പുണ്ടായി. അതാണ് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അന്നത്തെ ഇതുപോലെ തന്നെ വളരെ പുഞ്ചിരിക്കുന്ന ഒരു മുഖമായിട്ട് ഓയിൻമെൻറ്റ് സ്റ്റോളിൽ, ബുക്ക് സ്റ്റോളിൽ ഞാനിപ്പോൾ USIയുടെ സ്റ്റോളിൽ വരുമായിരുന്നു. അന്നേ പരിചയമുണ്ട്. അതുകൊണ്ട് നമ്മൾ പണ്ടേ പരിചയക്കാരാണ്. പിന്നെ എൻ്റെ ഒരു അരവിന്ദിൻ്റെ പിന്നെ ഒരു അങ്കിള് ഡോക്ടർ ഐസക് മാത്യു, അദ്ദേഹത്തിൻ്റെ നടത്തിയിരുന്ന ഒരു സറാംപൂർ യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ്, ഡിപ്ലോമ കോഴ്സിൽ 1 വർഷം പഠിക്കാനായിട്ട്, കൗൺസിലിംഗ് പഠിക്കാനായിട്ട് ഒരു അവസരം തന്നു. അങ്ങനൊരു ബന്ധമുണ്ട്. പിന്നെ കൂടാതെ എൻ്റെ സബ്ജക്റ്റ് ഞാൻ ചുരുക്കമായിട്ട് ആദ്യമായിട്ട് എൻ്റെ സാക്ഷ്യം ചുരുക്കമായിട്ടൊന്ന് പറയാം. കാരണം എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഞാനൊരു യാക്കോബായ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ്. അങ്ങനെ ആ സഭയിൽ വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്നു. എൻ്റെ ജ്യേഷ്ഠനുമൊക്കെ അവിടുത്തെ പള്ളിയിലെ വളരെ ആക്റ്റീവായിട്ട് ഈ ധൂപക്കുറ്റമൊക്കെ വീശി നടന്ന ആളുകളായിരുന്നു. എന്നാൽ ചുരുക്കമായിട്ട് പറഞ്ഞാൽ അതിന് ശേഷം USI എന്ന ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. ദൈവവചനം പഠിക്കാനും ദൈവ സത്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ദൈവനെ സഹായിച്ചു. അങ്ങനെ ഞാൻ രക്ഷിക്കപ്പെട്ടു. USI അല്ലെങ്കിലും പിന്നെ വഴിയാണ് എൻ്റെ ആത്മീയ വളർച്ച. അതിനുശേഷം സ്ഥാനപ്പെട്ട് ഞങ്ങളിപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ചർച്ചിലാണ് പോണത്. പാസ്റ്റർ അരുണുമായിട്ടും അനേക വർഷങ്ങൾ ബന്ധമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഐസക് സാറിൻ്റെ ആളിയിൽ നിന്നുള്ളതിലും അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹമായിട്ട് പരിചയമുണ്ട്. അങ്ങനെ ഈ കുടുംബമായിട്ട് ഇവരെ ഒരു ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോൾ എനിക്ക് പരിചയമുള്ള പലരും ഉണ്ട് ഇവിടെ. അപ്പോൾ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 83 എൻ്റെ പിതാവ് ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. അന്ന് ഞാൻ 80 രക്ഷിക്കപ്പെട്ടതാണ്. 83 അതിനുശേഷം എനിക്കൊരു വളർച്ചയില്ലാതെ ഒരു സ്റ്റാഗ്നേഷൻ്റെ സമയമായിരുന്നു. 83 പിതാവ് പെട്ടെന്ന് മരിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പിണങ്ങി നടന്നൊരു സമയമുണ്ടായിരുന്നു. ദൈവം സ്നേഹവാനാണ്, കരുണയുള്ളവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര സ്നേഹവാന ദൈവം എന്തുകൊണ്ട് എൻ്റെ അപ്പനെ വളരെ പെട്ടെന്ന്, ഞാൻ കോളേജിൽ പഠിക്കുന്നേ ഉള്ളൂ,
എന്തുകൊണ്ട് ഇത്ര ദൈവം ക്രൂരനാണല്ലോ എന്ന് വെച്ചാൽ ദൈവത്തോട് സങ്കടം തോന്നി. ഇനി എനിക്ക് ആരുണ്ട്? കാരണം എൻ്റെ പിതാവായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ ഏണിംഗ് മെമ്പർ. അങ്ങനെ എന്തുകൊണ്ട് ദൈവം എന്ന് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേക വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ലോകത്തിൽ എൻ്റെ പിതാവില്ലായിരുന്നെങ്കിലും എൻ്റെ പിതാവിനേക്കാൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് എൻ്റെ കൈക്ക് പിടിച്ച് നടത്തിയ ഒരു ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനം, ആ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു എന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഞാൻ ചാരിക്കൊണ്ടിരുന്നത് പൂർണ്ണമായിട്ടും ചാരിക്കൊണ്ടിരുന്ന എൻ്റെ പിതാവിലായിരുന്നു. ദൈവം എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ചാര് ദൈവം അങ്ങ് മാറ്റി. പിന്നെ എനിക്ക് ചാരൻ ആരേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ പുറകിലേക്ക് ചിന്തിക്കും വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പ്രിയ അരവിന്ദ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ 27 വർഷം മുമ്പ് ഞാനൊരു പാട്ട് ആദ്യമായിട്ട് എഴുതാൻ അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട്. എനിക്ക് 3 മക്കളും 2 കൊച്ചുമക്കളുണ്ട് കേട്ടോ. വർഷങ്ങൾ അപ്പോൾ 27 വർഷം മുമ്പ് എൻ്റെ ഭാര്യ രണ്ടാമത്തെ മോളെ ക്യാരിങ് ആയിരുന്ന സമയത്ത് കോട്ടയം മെഡിക്കൽ സെൻ്ററിൻ്റെ വരാന്തയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ജീവിതത്തിൽ ചില പ്രയാസങ്ങളോട്ട് അനുഭവങ്ങൾ കൂടെ കടന്നു പോയ സമയത്ത് ഞാൻ ഒക്കെ നിരാശ, പല ക്വസ്റ്റ്യൻസ് എൻ്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് ദൈവം അനുവദിക്കുന്നതെന്നുള്ള പല ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എന്താ ജീവിതത്തിൽ എന്താ അർത്ഥം? കാര്യം വിശ്വാസിയൊക്കെ ആണെങ്കിലും എന്തോ ഒരു തരം നിരാശ എന്നെ ഗ്രഹിക്കുവാൻ തുടങ്ങി. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം അറിയോ? ആരും എന്നോട് മന്ദിക്കും, സ്വപ്നമൊന്നുമല്ല, ഹോസ്പിറ്റലിൽ വരാന്തയിൽ ബെഞ്ചിലിരിക്കുകയാണ്. ദൈവം എന്നോട് പറഞ്ഞു, നീ എന്നെ മാനല്ലേ, നീ എന്നെ തേടി കണ്ടുപിടിച്ചാലല്ലോ, ഞാൻ നിന്നെ തേടി വന്നതല്ലേ. അത് എൻ്റെ ലൈറ്റ് ചെറിയൊരു പ്രകാശമായിരുന്നു. ദൈവം ഞാൻ ദൈവത്തെ തേടിയല്ല, ദൈവം എന്നെ തേടി വന്നതാണ്. അതിനുശേഷം ദൈവം എന്നോട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഞാൻ സൃഷ്ടിച്ചത് ഒരു വാക്കുകൊണ്ടാണ്, അല്ലേ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി. പക്ഷെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അങ്ങനെയാണോ? അല്ല. മനുഷ്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നോ? ഡെഫിനറ്റായിട്ടും ഉണ്ടാകുമായിരുന്നു. ദൈവം പറഞ്ഞ ലെറ്റ് ദർ ബി മാൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ദൈവം അങ്ങനെയല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും, നിലത്തിൽ പൊടിയിൽ നിന്ന് മണ്ണ് കുഴച്ചുണ്ടാക്കിയെന്നൊക്കെ ബൈബിൾ പറഞ്ഞു. അതെ, അതുപോലെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം നമ്മളെ മെനഞ്ഞതാണ്. എന്നിട്ട് പറയുന്നു, ഒരു സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയില്ല അവൻ്റെ പ്രയോജനം. അപ്പോൾ ഈ പ്രപഞ്ചം ഞാൻ വലിയ ശക്തമെന്ന് കരുതുന്ന സൂര്യനും ചന്ദ്രനുമായി ഊർജ്ജ സ്രോതസ്സിനേക്കാളും ഈ സർവ്വപ്രപഞ്ചത്തെക്കാളും വലിയ വിലയാണ് എൻ്റെ ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ വില. ഇപ്പം ഞാനങ്ങ് ചാർജായി, ഞാൻ വരാതിരിക്കുക. എന്നോട് ആരോ പറയുക, സ്വപ്നമൊന്നുമല്ല, ഈ ചിന്തകൾ ആരോ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. പ്രപഞ്ച സൃഷ്ടി ഒരു വാക്കൊത്തു മതി, പക്ഷേ ദൈവം അങ്ങനെയല്ല നമ്മളെ സൃഷ്ടിച്ചത്. പിന്നെ ഒരു കാര്യം എന്നോട് പറയും, നീ ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ഈ ഊർജ സ്രോതസ്സുകളൊക്കെയും അതെല്ലാം പോകും, പക്ഷേ നിനക്ക് ഞാൻ തന്നിട്ടുള്ള നിത്യജീവനുണ്ടല്ലോ, അതൊരിക്കലും പോകത്തില്ല. ഈ നിത്യജീവൻ തന്നുകൊണ്ട് നീ എത്ര വലിയവനാണെന്ന് ഞാനും ഭയങ്കര ചാർജായി. പിന്നെ ദൈവം പറഞ്ഞു, ഈ ലോകത്തിൽ നിനക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, കാശുണ്ടെങ്കിലും, സൗന്ദര്യമുണ്ടെങ്കിലും, പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒക്കെ കിട്ടാത്ത ഒരു സമാധാനം ദൈവം തന്നിട്ടില്ലേ, ഒന്നുമില്ലെങ്കിലും. ഇതെല്ലാം കേട്ടപ്പം എൻ്റെ ആ നിരാശയ്ക്ക് എവിടെയോ പമ്പ കടന്നു. ഞാൻ നോക്കിയപ്പം എൻ്റെ ഒന്നുമില്ല, ഇത് എഴുതി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ നോക്കിയപ്പം പണ്ടത്തെ ട്രെയിൻ ടിക്കറ്റ് ചെറുതളിച്ച് വലിപ്പോൾ ട്രെയിൻ ടിക്കറ്റാണ്. എൻ്റെ പേഴ്സ്, എൻ്റെ പോക്കറ്റിൽ മിക്കവാറും എപ്പോഴും പേന കാണും. ഞാൻ ആ വരികൾ, ആ ചിന്തകൾ, എന്നോട് ദൈവം സംസാരിച്ച വാക്കുകൾ, ആ ട്രെയിനിൻ്റെ വേറെ ക്ലാസ്സില്ല, പേഴ്സിലെ അതിനകത്ത് ആ വരികളെല്ലാം കൂടെ ഞാൻ എഴുതി വെച്ചു. പിന്നീടാണ് അത് ട്യൂൺ ചെയ്തത്. അതെൻ്റെ ആദ്യത്തെ പാട്ടാണ് 27 വർഷം മുമ്പ്. അതിനുശേഷം ഞാൻ ദൈവം ധാരാളം പാട്ടുകൾ തന്നതിനോട് 27 പാട്ടുകൾ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അല്ല, ഞാൻ ട്യൂൺ ചെയ്ത് കുറച്ചേ ഉള്ളൂ. ആ ഒരു പാട്ട് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 4 വരി പാടാം. ഞാൻ ആദ്യം എഴുതിയ പാട്ട്. സത്യദൈവമേ എന്നും നീയാണെനിക്കെല്ലാം, സത്യദൈവമേ എന്നും നീയാണെനിക്കെല്ലാം,
ഞാൻ നിന്നെ തേടിയതല്ല, നീ എന്നെ തേടിയിറങ്ങി. ഞാൻ നിന്നെ തേടിയതല്ല, നീ എന്നെ തേടിയിറങ്ങി. സത്യദൈവമേ എന്നും നീയാണെനിക്കെല്ലാം. പ്രപഞ്ച സൃഷ്ടിക്കു നിൻ വാക്ക് മാത്രം, മനുഷ്യ സൃഷ്ടിയോ കരവേലയാം. പ്രപഞ്ച സൃഷ്ടിക്കു നിൻ വാക്ക് മാത്രം, മനുഷ്യ സൃഷ്ടിയോ കരവേലയാം. സൂര്യചന്ദ്രാദികൾ മാറിപ്പോകുമ്പോൾ പുത്രത്വം തന്നെന്നെ അമർത്യനായി മാറ്റി. സൂര്യചന്ദ്രാദികൾ മാറിപ്പോകുമ്പോൾ പുത്രത്വം തന്നെന്നെ അമർത്യനായി മാറ്റി. സത്യദൈവമേ എന്നും നീയാണെനിക്കെല്ലാം. സത്യദൈവമേ എന്നും നീയാണെനിക്കെല്ലാം. ഞാൻ നിന്നെ തേടിയതല്ല, നീ എന്നെ തേടിയിറങ്ങി. ഞാൻ നിന്നെ തേടിയതല്ല, നീ എന്നെ തേടിയിറങ്ങി. സത്യദൈവമേ എന്നും നീയാണെനിക്കെല്ലാം. താങ്ക് യു. ഒരു ശാസനമുണ്ട്, ഞാൻ പാടുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. ഞങ്ങൾക്കൊരു ട്രൂപ്പൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ ഓർക്കുകയായിരുന്നു, ഞങ്ങളുടെ കീബോർഡിസ്റ്റ് എനിക്കൊരു മ്യൂസിക് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു USA. അപ്പോൾ അദ്ദേഹം ഷാജു എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ക്യാൻസറായിട്ട് 2 വർഷം മരിച്ചുപോയി. പിന്നെ ഞങ്ങളുടെ ടീമിലെ ഗിറ്റാറിസ്റ്റും പിന്നെ ഡ്രമ്മറും ഒക്കെ പല വഴിക്ക് പോയി. അതുകൊണ്ട് പിന്നെ ഞാൻ താങ്ക് യു ബ്രദർ, കറക്റ്റ്ലി പിച്ചിൽ ഇപ്പോൾ വന്നപ്പോൾ ഞാനത് നോക്കേണ്ടിയായിരുന്നു. പാടാൻ എനിക്ക് പ്ലാനില്ലായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പാടി പോയതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇന്ന് നമ്മുടെ അല്പ നേരത്തെ ദൈവചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചത് തൻ്റെ സാക്ഷിയാകുവാനായിട്ടാണ്. അവരെ മിസ്രൈമിൽ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. അവരോട് ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നു, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്തു എന്നുള്ളതാണ് അവരെപ്പറ്റിയുള്ള ഒരു കുറ്റം. ഇന്ന് 4 കാര്യങ്ങൾ അതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കണം. വളരെ ചുരുക്കമായിട്ട് നമുക്ക് 4 കാര്യങ്ങൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് കരുതുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത് എന്തുമാത്രം അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള പ്രസക്തി എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, അന്ന് ഈ യേശു കർത്താവിനെ ക്രൂശിച്ച സമയത്ത് പീലാത്തോസ് പറഞ്ഞു, ഹെരോദാവ് പറഞ്ഞു, ഞാനോ ഈ മനുഷ്യൻ ഒരു കുറ്റവും കാണുന്നില്ല. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ ഒരു കോടതിയിൽ ഒരാൾ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കള്ളത്തിലൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചെയ്യാം. പക്ഷേ എവിടെയെങ്കിലും ഒരു കോടതിയിൽ, കീഴ്ക്കോടതിയും മേൽക്കോടതിയും പറയുകയാണ് ഈ മനുഷ്യൻ നിരപരാധിയാണ്, അതുകൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? നീതിന്യായ വ്യവസ്ഥയുടെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ലോകത്ത് ഒരിക്കൽ മാത്രം നടന്ന ഒരു വിധി പ്രഖ്യാപനമായിരുന്നു, ഈ മനുഷ്യൻ നിരപരാധിയാണ്, പക്ഷേ ജനം പറഞ്ഞതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു. ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? അങ്ങനെ ഒരിക്കൽ മാത്രം നടന്നിട്ടുള്ളൂ, യേശു കർത്താവിൻ്റെ കാര്യത്തിൽ. കള്ളസാക്ഷികളാണ് കീഴ്ക്കോടതി മേൽക്കോടതി എല്ലാം നിരപരാധി എന്ന് പറഞ്ഞിട്ട് ശിക്ഷിക്കുക. അതും ഏറ്റവും അങ്ങനെ ഒരു കാര്യം നടന്നത്, ഏറ്റവും കിരാതവും നിന്ദ്യമായ ശിക്ഷ. നമുക്കറിയാം, അതിനു മുമ്പ് ആ സമയത്ത് യഹൂദന്മാരെ ആളുകൾ പറഞ്ഞു, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പോൾ അവിടുത്തെ ആശാന്മാർ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിമേലും ഇരുന്നോട്ടെ എന്ന് ചങ്ക് വിരിച്ച് പറഞ്ഞു. നമുക്കറിയാമല്ലോ, ലോക ചരിത്രത്തിൽ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട ജനം
യഹൂദന്മാരെ പോലെ അതിഭയങ്കരമായ കിരാത ഹിറ്റ്ലറൊക്കെ ചെയ്ത് നമുക്കറിയാം. അതിൻ്റെ ജനത ഉണ്ടായിട്ടില്ല. അന്ന് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. പക്ഷേ അവർ ദൈവം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ഞാൻ അവരെ കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങളുടെ സാങ്കത്യവും പ്രസക്തിയും അതിൻ്റെ ഇമ്പോർട്ടൻസും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം. അവരോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം ആപ്ലിക്കബിൾ ആണെന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. അതിന് 4 കാര്യങ്ങൾ ഞാൻ പോയാലും എന്നെ മറന്നാലും നിങ്ങൾ മറക്കാൻ പാടുന്ന 4 കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മിക്കുന്ന രീതിയിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ട കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. 8-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം ആരെങ്കിലും വായിക്കാമോ? ആവർത്തന പുസ്തകം 8:2. ഓർക്കണം. ആവർത്തനം 5:15 വായിക്കാം. 5:15 കൂടെ ആ വാക്ക് തന്നെയാണ്. അതോടൊന്ന് വായിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ആവർത്തനം 5:15 ആദ്യം. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ച് എന്ന് ഓർക്ക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. ഓർക്കാന്നല്ല അവിടെ പറഞ്ഞത്. നീ മിസ്രൈമിൽ അടിമയായിരുന്നു എന്ന് നീ ഓർക്കണം. ഇവിടെ നമ്മൾ വായിച്ചത് ഈ വാക്കിപ്പോൾ വായിച്ച 8:2 വായിച്ച എന്താണ്? ഓർക്കണം. അപ്പം ഈ ഓർക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയണമെന്നുണ്ടെങ്കിൽ എന്തോർക്കണമെന്നാണ്? ഒന്നാമത്തെ ഓർക്കാൻ പറഞ്ഞ കാര്യം, മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടന്നു. നമ്മളൊക്കെ പിശാചിൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. നമ്മളെ ദൈവം വിടുവിച്ചു എന്നുള്ള കാര്യം ഓർക്കണം. കൂടാതെ ആ കൂടെ എന്താ ഓർക്കേണ്ടത്? ഈ 2-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത് നമ്മൾ? നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. ഈ 40 വർഷം വലിയൊരു കാലഘട്ടമാണ്. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു. ഇവിടെ എന്നെ കഴിഞ്ഞും പ്രായമുള്ളവരുമുണ്ട്, പ്രായം കുറഞ്ഞവരുമുണ്ട്. അവരോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ദൈവം നമ്മളെ നടത്തിയ വിധം ഒക്കെയും ഓർക്കണം. ഓർക്കണമെന്നല്ല, ഒക്കെയും ഓർക്കണം. എന്തുകൊണ്ടായിരിക്കും ഓർക്കണമെന്ന് പറയാൻ കാര്യം? സിമ്പിളാ. മറന്നു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഓർക്കണമെന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഓർക്കണം. പാസ്റ്റർ ഞാൻ പറഞ്ഞ ഓർക്കണം കേട്ടോ, ഇന്ന് പാസ്റ്റർ മറന്നു പോയെങ്കിലും എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഓർക്കണം എന്ന് പറയുന്നു. മക്കളോട് അപ്പന്മാർ പറയും ഓർക്കണം കേട്ടോ, ഓർത്തോണം എന്ന് പറഞ്ഞാൽ മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്ത് മറക്കരുത്? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങൾ. നമ്മൾ ഇന്നിൻ്റെ കാര്യം ഓർക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ദൈവം നടത്തിയ വിധങ്ങളൊക്കെയും ഓർക്കണം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ എന്നും യാത്ര ചെയ്യുന്നവരുടെ ധാരാളം അല്ലേ? ഈ ദൈവം നടത്തിയ വഴികളെ ഓർക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ താഴോട്ട് വായിക്കുന്നുണ്ട്. നിങ്ങളെ ഈസാമുകൾ നടത്തിയത് എങ്ങനെയാണ്? മേഘസ്തംഭവും അഗ്നിസ്തംഭവും മന്നായും കാടകളൊക്കെ കൊടുത്ത് ദൈവം നടത്തി അല്ലേ? അവർക്ക് സംരക്ഷണം നൽകി. അതൊന്നും പിന്നീട് അത് ഓർക്കുന്നില്ല. അവർ മനം തിരിഞ്ഞ് പോകുമായിരുന്നു, അല്ലെങ്കിൽ റിബലിയസായി പോകുമായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞത്, ദൈവത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ദൈവം കഴിഞ്ഞ കാലം നടത്തിയ വിധം ഒക്കെയും ഒന്നും മറന്നു പോരെന്ന് പറയാം. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ, നമ്മൾ ഈ ഒത്തിരി വാഹനം ഓടിക്കുന്നവരാണ്, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു ചീറിപ്പാഞ്ഞ് പോകുന്ന കാറ് അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ബസ്, ഇതൊക്കെ നമ്മുടെ അടുത്തോട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ സമയത്തൊക്കെ നമ്മളും മരണവും തമ്മിൽ 1 അടി 1.5 അടി വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? കോവിഡ് വന്ന് അനേകർ മരിച്ചുപോയി അല്ലേ? നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടാണ് നമ്മൾ ജീവിച്ചത്? എൻ്റെ സഹോദരന്മാരെ അല്ല. നമ്മൾ ബാത്റൂമിൽ രാവിലെ കയറി കഴിയുമ്പോൾ സോപ്പ് വെള്ളത്തിൽ തലയടിച്ച് പുറകോട്ട് തലയടിച്ച് വീണ് അവിടെ മരിച്ചു വീണ സാഹചര്യം ഇല്ലേ? എത്രയോ പേര് മരിച്ചു വീഴുന്നു. നമ്മളെ ദൈവം നിർത്തിയില്ലേ? നമ്മൾ നിരാശയിൽ പോകേണ്ട എത്രയോ സാഹചര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? എൻ്റെ സാറ് പറഞ്ഞല്ലോ, എൻ്റെ സബ്ജക്റ്റ് എൻ്റെ ഈ കൗൺസിലിംഗ് അത് മാത്രമല്ല. അതിനുശേഷം ഞാൻ സെമിനാരിയിൽ ഒരു 4 വർഷം ദൈവവചനം പഠിച്ചു. അതിനുശേഷം എൻ്റെ സബ്ജക്റ്റ് മുഴുവൻ കൗൺസിലിംഗ് സൈക്കോളജിയാണ്. ഞാൻ വിചാരിക്കുന്ന MSc സൈക്കോളജി, പിന്നെ എൻ്റെ ഡിഗ്രികൾ മുഴുവൻ കൗൺസിലിംഗ് സൈക്കോളജിയല്ല. ഞാനിപ്പോൾ ഒരു കൗൺസിലറായിട്ട്, ഫാമിലി ആൻഡ് യൂത്ത് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ കൗൺസിലിംഗ് വരുമ്പോഴത്തെ ചിലർ പറയാറുണ്ട്. ഒരു പെങ്കൊച്ച് ഒരിക്കലും പറഞ്ഞു, സാറേ എനിക്ക് നിരാശ, ആത്മഹത്യ ചെയ്യാൻ പോകണം. ഞാൻ ചോദിച്ചു, എന്നാ കാര്യം? എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഒരു വലിയ കാശുകാരൻ്റെ ഗൾഫുകാരൻ്റെ മോളാണ് എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണം. ഞാൻ അത്ര നിരാശയിലാണ്. ആ കൊച്ചിനോട് അന്ന് കൗൺസിൽ ചെയ്തു. ആത്മഹത്യ ചെയ്തില്ല അവൾ. കാരണം ആ നിമിഷത്തെ ഒരു ആവേശം എടുത്ത് ചാകാൻ വേണ്ടി അവർ വിഷം എടുത്തിട്ടുകൊണ്ടിരിക്കുക അവൾ.
എന്ന് പറഞ്ഞാൽ നമ്മളുമൊക്കെ ഏതെങ്കിലും ജീവിതത്തിൽ പലരുമെങ്കിലും എല്ലാവരും ഞാൻ പറഞ്ഞു മിക്കവാറൊക്കെ ആളുകൾ ജീവിതം വേണ്ടായിരുന്നു, അന്ന് തീർന്നാൽ മതിയായിരുന്നു. ജീവിതത്തിൽ പ്രയാസം കൊണ്ടായിരിക്കും, അല്ല ഒറ്റപ്പെടുമ്പോഴായിരിക്കും, ആളുകളെ വീട്ടിലെ കുടുംബ പ്രശ്നമായിരിക്കും, എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിച്ച് ആരെങ്കിലുമൊക്കെ ഇല്ല എന്തെങ്കിലുമൊക്കെ. അന്ന് ദൈവം നമ്മൾ അനുവദിച്ചില്ല. ഭയങ്കരമായ പ്രയാസം കടന്നു പോയിട്ട് മാനസികമായ ടെൻഷൻ അല്ലേ, ഞാൻ കടന്നു പോയിട്ടുണ്ട്. യാത്ര ചെയ്തപ്പോളേ നമ്മൾ പോകുന്ന വണ്ടി അപകടത്തിൽപ്പെട്ട് നമ്മൾ മരിക്കാമായിരുന്നു. ഒരു കാരണം വേണ്ട മരിക്കാനായിട്ട്. തലയടിച്ച് വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മിഡിൽ ഒബ്ലാങ്കറ്റൊക്കെ കുഴപ്പം വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജീവച്ഛവമായിട്ട് കിടക്കും, ആർക്കും ഗുണമില്ലാതെ ജീവച്ഛവം പോലെ കിടക്കും അല്ലേ. അത്രയേ ഉള്ളൂ പ്രിയമുള്ള മനുഷ്യജീവൻ എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് തിരിച്ച് UAC ഓഫീസിൽ പോകുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മളാരും നാളെ ജീവിക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ദൈവം പറയുന്നു ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളുടെ പ്രായം ഒന്ന് മനസ്സിൽ ചിന്തിക്കുക, എത്ര വയസ്സാണെന്ന്. ആ പ്രായം ചിന്തിച്ച കർത്താവേ, ചിലക്ക് 40 വയസ്സായിരിക്കും, ചിലക്ക് 20 വയസ്സായിരിക്കും, ചിലക്ക് 60 70 കാണും. കർത്താവേ, ഈ കഴിഞ്ഞ 40 വർഷക്കാലം, കഴിഞ്ഞ 70 വർഷക്കാലം, കഴിഞ്ഞ 24 വർഷക്കാലം, കഴിഞ്ഞ 30 വർഷക്കാലം, കഴിഞ്ഞ 65 വർഷക്കാലം എന്നെ ദൈവമേ നടത്തിയ വിധങ്ങളെ ഞാൻ ഓർക്കുന്ന ദൈവമേ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നടത്തിയ വിധമൊക്കെയും ഓർക്കണം, മറന്നു പോകരുത്. അപ്പോൾ ഒന്നാമത്തെ ക്രിയാപദ്ധതി ഓർക്കണം. രണ്ടാമത്തെ ക്രിയാപദ്ധതിയിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 5-ാമത്തെ വാക്യം. ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത് ക്രിയാപദ്ധതി ധ്യാനിച്ചു കൊള്ളണം. എന്താ ഈ ഓർക്കുകയും ധ്യാനിക്കുന്ന വ്യത്യാസം? വ്യത്യാസമുണ്ടോ? ഒന്ന് ഓയ, മറ്റേ ധ്യായ, അങ്ങനത്തെ വ്യത്യാസമല്ല ഞാൻ ചോദിച്ചത്. അർത്ഥത്തിൽ എന്താ വ്യത്യാസമുള്ളത്? ഇങ്ങനെ ആരും മിണ്ടത്തില്ലേ അല്ലേ? ഞാൻ തന്നെ പറഞ്ഞായിരിക്കും അല്ലേ, കഥാകൃത്തന്നെ വായിക്കണമെന്ന് പറയുന്ന പോലെ. അപ്പോളേ അതിൻ്റെ അർത്ഥം ഞാൻ പറയും. നോക്കുകയും കാണുകയും വ്യത്യാസമുണ്ടോ? നോക്കുകയും കാണുകയും അങ്ങനെ ഇവിടെ ആരും മിണ്ടത്തില്ലല്ലേ? ഞാൻ തന്നെ പറയും. അപ്പോൾ എനിക്കറിയാത്ത ഞാനിങ്ങനെ പല ക്ലാസ് ഇറങ്ങുമ്പോൾ ഞാൻ ആളുകൾ പറയും, പ്രത്യേകിച്ചും സ്റ്റുഡൻസ് എൻ്റെ കൂടെ ഞാൻ കാണിക്കുക കണ്ണാടി. നോക്കുകയും കാണുകയെന്ന് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, ഞാൻ ഒരാളെ നോക്കുന്നുള്ളൂ. വ്യത്യാസമുണ്ടോ? ഉണ്ട്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ, അല്ല ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, കാറിൽ യാത്ര ചെയ്യുമ്പോൾ പലതും നമ്മൾ കാണും. പക്ഷെ നമുക്ക് താല്പര്യമുള്ള വിഷയമൊക്കെ നോക്കുന്നത് അതിങ്ങനെയൊന്നും. ചില ബസ്സൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കരുത്ത് പിടിച്ച് കണ്ടല്ലേ. അപ്പോൾ അത് നോട്ടവാ. കാണുന്നതെല്ലാം നോക്കണമെന്നില്ല എന്ന് പറയുന്ന പോലെ ഓർക്കുകയും ധ്യാനിക്കുകയും വ്യത്യാസമുണ്ട്. ഓർക്കണമെന്നല്ല, എല്ലാം ഓർക്കണം. ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറയത്തില്ലേ, ഈ പശുവൊക്കെ അയവിറക്കിയിട്ട് കൊണ്ടുവന്ന്, പണ്ടത്തെ ഇപ്പോൾ പശുക്കളൊന്നും കാണാനില്ലായിരിക്കും, പശു ആടും ഒക്കെ ഈ കഴിച്ച് വെട്ടി അകത്താക്കിയിട്ട് തണലത്ത് പോയി കിടന്ന് പിന്നെയും ആ കാര്യങ്ങൾ, ആ ഫുഡ് വായിക്കൊണ്ടുവന്ന് ചവച്ചരച്ച് കഴിക്കുന്ന ആ പ്രോസസ്സാണ് ധ്യാനിക്കുക, അല്ല മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. ഇവിടെ രണ്ടാമത് പറഞ്ഞ ക്രിയാപദം നീ ധ്യാനിച്ചു കൊള്ളണം. എന്ത് ധ്യാനിക്കണം? ഇപ്പോൾ ആ വാക്യത്തിൽ ഒരു മനുഷ്യൻ 5-ാമത്തെ വാക്യം, ഒരു മനുഷ്യൻ തൻ്റെ മകനെ ശിക്ഷിക്കുന്നത് പോലെ നല്ല എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് തെറ്റുപറ്റുമോ? ശിക്ഷിക്കുന്ന പോലെ നല്ലിരിക്കുന്നത്, ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ എന്നാ. എന്തുകൊണ്ട് അങ്ങനെ ആത്മാവ് എഴുതാൻ കാര്യം, ദൈവാത്മാവ് എഴുതാൻ കാര്യം? എല്ലാ ശിക്ഷയും വളർത്താൻ വേണ്ടിയല്ല. കള്ളനെ കൊണ്ട് പോലീസുകാരൻ കുണിച്ചെടുത്ത് കൂമ്പിലിടിക്കുന്നത് വളർത്താൻ വേണ്ടിയാണോ? അത് ശിക്ഷയാ, അത് വളർത്താൻ വേണ്ടിയൊന്നുമല്ല. പക്ഷെ ഒരു അപ്പൻ മകനെ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? വളർത്താൻ വേണ്ടിയാണ്, ഡിസിപ്ലിൻ്റെ ഭാഗമാണ് അല്ലേ. ഒരു അപ്പൻ മകനെ തല്ലിക്കൊല്ലാൻ വേണ്ടിയല്ല. ചില മാനസികതകൾ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ സമ്മതിച്ചു, അതല്ല. ജനറലി ഒരു അപ്പൻ ഒരു മകനെ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാ? വളർത്തുന്നതിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് മനസ്സിലാകണമെന്നില്ല കേട്ടോ. അന്നേരം ഞാനേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ നാടൻ പള്ളിക്കൂടത്തിലാണ് പഠിക്കുന്നത്. അന്ന് പള്ളിക്കൂടം എന്നാണ് പറയുന്നത്, പ്രായമുള്ളവർക്കറിയാം. സ്കൂളിൽ നിന്ന് പിന്നീട് വന്നു. അപ്പോൾ ഈ ശനി ഞായറും നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പണിക്ക് വേണം പോകാം കേട്ടോ. ഞായറാഴ്ച വല്ല കുർബാന കണ്ടു കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണം പോകാം. ഞങ്ങൾ യാക്കോബക്കാരൻ അങ്ങനെയാണ്. പിന്നെ എന്ത് വേണം ചെയ്യാം, എന്ത് വേണം. അപ്പോൾ ശനിയാഴ്ച ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശനി ഞായർ ഞാൻ കളിച്ച് കഴിയുമ്പോൾ തിങ്കളാഴ്ച എനിക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്. കാരണം ഈ കളിയുടെ മൂടി നിൽക്കുക. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വിജയകുമാർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ്റെ ഫാദർ ദാമോദരൻ ഒരു വക്കീൽ ഗുമസ്തനാണ്. 24 മണിക്കൂറുണ്ടെങ്കിൽ 25 മണിക്കൂറും പുള്ളി തണ്ണിയാണ്. അപ്പോൾ ഇവൻ എൻ്റെ കൂട്ടുകാരൻ.
അപ്പോൾ ശനിയും ഞായറും കഴിഞ്ഞാൽ തിങ്കളാഴ്ച സ്കൂളിൽ പോകുന്ന നേരത്ത് ഞാൻ പയ്യ ഒരു നമ്പർ ഇറക്കും. അപ്പച്ചാ എനിക്ക് വയറ്റ് വേദന, മറ്റൊന്നുമല്ല, വയറ്റ് വേദനയൊന്നുമില്ല, നമുക്ക് അവനോട് കളിക്കാൻ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ അപ്പച്ചൻ പറയും, എടാ സ്കൂളിൽ പോടാ, പള്ളിക്കൂടത്തിൽ പോടാ. അപ്പം അപ്പച്ചൻ പറമ്പിലൊക്കെ പോയിച്ച് തിരിച്ച് വരുമ്പോഴും ഞാൻ പയ്യെ ആ സ്കൂളിൽ പോകേണ്ട സമയമായി, ഞാൻ കറങ്ങി നിൽക്കുമ്പോൾ എനിക്ക് വയറ്റ് വേദന, സ്കൂളിൽ പോകാൻ പറ്റും, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. 2 പ്രാവശ്യം പോയി, നിന്നോട് സ്കൂളിൽ പോകാനാണ് പറഞ്ഞത്, 2 വാണിംഗ് തരും. 3-ാമത്തെ പ്രാവശ്യം എവിടെയെങ്കിലും പൊട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ചോട്ട് ഈ മുറ്റത്ത് ഈ എന്താ പറയുന്നത്, നമ്മുടെ വാളംപുളി എന്ന് പറഞ്ഞാൽ വാളംപുളി കണ്ടിട്ടുണ്ടോ? വാളംപുളിയുടെ മരം 2 വാളംപുളി മരമുണ്ട്, ചെരിഞ്ഞ് ചാഞ്ഞ് നിൽക്കും മുറ്റത്ത്, 2 ഒരു സൈഡിലും 2 സൈഡിലായിട്ട്. 3-ാമത്തെ അപ്പച്ചൻ വെച്ചാൽ ആ വാളംപുളിയിൽ നിന്ന് ഒരു കമ്പ് ഇരിഞ്ഞെടുത്തിട്ട് ഊർച്ചെടുത്തിട്ട് 2 എണ്ണം തുടക്കട്ടെ. അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് പിള്ളേർക്ക് പാൻറ്റുണ്ട്, അന്ന് പിള്ളേർക്ക് പാൻറ്റില്ല, ഞങ്ങൾക്ക് കാച്ചാട്ട് ഇവിടം വരെയുള്ള സാധനം, ഇന്ന് പാൻറ്റുള്ളതുകൊണ്ട് ഈ സാധനം 2 എണ്ണം കിട്ടിക്കുമ്പോൾ നല്ല റിങ് പോലെ, ചുമന്ന റിങ് പോലെ തുടലിങ്ങനെ കിടക്കും. അങ്ങനെ തല്ലി മേടിച്ചുകൊണ്ട് ഞാൻ സ്കൂളിലോട്ട് പോവുക, പുസ്തകമൊക്കെ എടുത്തുകൊണ്ട്, പിന്നെ നിന്നാൽ ബാക്കി കിട്ടുമേ. അപ്പോൾ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് തലേദിവസം എൻ്റെ കൂടെ കളിച്ച വിജയകുമാർ, ദാമോദരൻ്റെ മോൻ വിജയകുമാർ, എൻ്റെ ക്ലാസ്മേറ്റ്, അവൻ്റെ വീട്ടിൽ പുള്ളിയുടെ മുകളിൽ കയറി ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഈ ചുമന്ന വാറുമൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് നീ എവിടെ പോവാടാ, കളിക്കാൻ വരുന്നില്ലേ? ഇല്ലടാ ഞാൻ പോവാ. നീ വരുന്നില്ലേ? ഞാൻ ചോദിക്കും, നീ വരുന്നില്ലേ? അപ്പം അതിൻ്റെ ചുവട്ടിലിരിക്കുന്ന അവൻ്റെ അപ്പനോട് ഈ ദാമോദരനോട് മകൻ ചോദിക്കും, അച്ഛാ ഞാൻ സ്കൂളിൽ പോകണം അച്ഛാ. അപ്പോൾ ദാമോദരൻ പറയും, നീ പോടാൻ വേണം, നീ പോയത് കാര്യമൊന്നുമില്ല, പോടാൻ വേണമെന്ന് പറയും. അവനോടുന്ന് ജയഫേരി മുഴുവൻ അവിടെ ചിരിക്കും. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ദാമോദരൻ എത്ര നല്ല അപ്പൻ, എന്ത് സ്നേഹമുള്ള അപ്പൻ. എൻ്റെ അപ്പൻ്റെ ദുഷ്ടൻ. ചേട്ടാ അവന് പള്ളിക്കൂടത്തിൽ പോകേണ്ട കാര്യമേ ഇല്ല, അവന് ഇഷ്ടം കൊടുത്ത് കളിച്ച് നടക്കാം, മരത്തെ കയറി നടക്കാം, എന്ത് വെള്ളം കാണിക്കാം. ഇങ്ങനെയുണ്ട് മനുഷ്യൻ. അന്ന് അങ്ങനെയാണ് ചിന്തിച്ചത്. ഇന്ന് വിജയകുമാർ ഈ ലോകത്തില്ല കേട്ടോ. വിജയകുമാർ തികഞ്ഞ മദ്യപാനിയായി, കല്യാണം കഴിച്ചു, ഡൈവോഴ്സായി, മോഷണ കേസ് പ്രതിയായി ജയിലിലായിരുന്നു. വലിയ സ്റ്റോറിയാണ്. എൻ്റെ അപ്പൻ്റെ ഓരോ അടിയ അന്നത്തെ ശിക്ഷണമാണ് ഇന്ന് എന്നെ ഞാനാക്കിയത്. അല്ലെങ്കിൽ ഞാനും അവനോടൊപ്പം ജയിലിലോ ഒക്കെ ആയിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതെന്നറിയോ, ഒരു അപ്പൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്ന പോലെയാണ് നമ്മൾക്കുണ്ടാകുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഒരുപക്ഷെ പരാജയമായിരിക്കാം, നിരാശയായിരിക്കാം, മറ്റുള്ള ഒറ്റപ്പെടുന്നതായിരിക്കാം, കുറ്റപ്പെടുന്നതായിരിക്കാം, സാമ്പത്തിക പ്രയാസമായിരിക്കാം, രോഗങ്ങളായിരിക്കാം. ഇതൊക്കെ പിന്നിൽ ഒരു സ്നേഹവാന പിതാവിൻ്റെ സ്നേഹമുള്ള കരങ്ങളുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാതെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു, കർത്താവേ ഞാൻ ചോദിക്കുന്ന പല കാര്യങ്ങളും നീ തരുന്നില്ല, പക്ഷേ എന്തുകൊണ്ട് തരുന്നില്ലെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ ഒരുപക്ഷെ ഇവിടെ കിട്ടത്തില്ല. നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, എൻ്റെ കർത്താവേ നീ അന്ന് ഞാൻ പറഞ്ഞ കാര്യം തരാത്തതിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ, നിനക്കൊരിക്കലും തെറ്റ് പറ്റത്തില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെങ്കിലും ദൈവം മറുപടി തരും. ഇൻ കേസ് നമ്മൾ പറയുന്ന പോലെ കാര്യം നടന്നില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു വന്ന് വേറെ എന്തെങ്കിലും നൽകാതിരിക്കുമോ? ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമാണോ? ചില കാര്യങ്ങൾ, ചില കുഞ്ഞുങ്ങളൊക്കെ, കൊച്ചു കുഞ്ഞുങ്ങൾ 3-4 വയസ്സുള്ള കൊച്ചു കുഞ്ഞ് മമ്മിയോട് മൂർച്ചയുള്ള കത്ത് ചോദിച്ചാൽ കൊടുക്കുമോ? കൊച്ചെന്താ ചിന്തിക്കുന്നത്? ഡാഡി എടുക്കുന്നുണ്ട്, പപ്പ എടുക്കുന്നുണ്ട്, പിന്നെ എനിക്ക് തന്നാ എന്താ കുഴപ്പം? ആ കുഞ്ഞിൻ്റെ ബുദ്ധിയിൽ എന്താണ്, എന്നോട് മമ്മിക്ക് സ്നേഹമില്ല, കത്ത് തരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മോനെ സ്നേഹമുണ്ട്. കൊച്ചിന് മനസ്സിലാകത്തില്ല. ആ കൊച്ചു വലുതായിരിക്കുമ്പോഴാണ്, അയ്യോ ആ കൊച്ചൊരു അമ്മയായിരിക്കുമ്പോഴാണ് ഞാനും കൊടുക്കത്തില്ല കൊച്ചു കുഞ്ഞിൻ്റെ മൂർച്ചയുള്ള കത്തി. എന്താ അതുകൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള പ്രായവും പക്വതയും ആ കുഞ്ഞിനായിട്ടില്ല. അവളുടെ കൈ മുറിയും. അതുകൊണ്ട് നോ ഞാൻ പറഞ്ഞു. ദൈവവും അങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ, ചില കാര്യങ്ങൾ ഞാനതാണ് വിശ്വസിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ, നമുക്ക് ഈ ലോകത്തിൽ ഒരിക്കലും എനിക്ക് ഭയങ്കര തെളിവുള്ള കാര്യമുണ്ട്. നമുക്ക് ദൈവം ഇനി ഒന്നും തന്നിരിക്കും. എൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ദൈവം എനിക്കിനി എൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് പോലും മറുപടി തന്നില്ലെങ്കിലും എന്നെ നിത്യനരകത്തിൽ നിന്ന് വീണ്ടെടുത്തു എന്നൊരൊറ്റ കാര്യം മതി എനിക്ക് ആയുസ് വീഴുന്നു സ്തോത്രം ചെയ്യാൻ. വേറെ ഒന്നും വേണ്ട. നിത്യനരകത്തിൽ നിന്ന് മാറ്റി നിത്യജീവൻ തന്നു, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലായി എന്നൊരൊറ്റ കാര്യം മതി ഈ ലോകത്തിൻ്റെ അവസാനം വരെയും എനിക്ക് സ്തോത്രം ചെയ്യാൻ, വേറൊന്നുമില്ലെങ്കിലും. അപ്പോൾ തിരിച്ചു വരട്ടെ. ഞാൻ
ഒന്നാമത്തെ ക്രിയാപദം എന്താണ്? ഓർക്കണം. എന്തോർക്കണം? കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധം എല്ലാം ഓർക്കണം. കഴിഞ്ഞ കാലം നടത്തിയ വിധമൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞേ, ഓർക്കണം. ഓ എൻ്റെ പൊന്നു തമ്പുരാനെ. രണ്ടാമത്തെ കാര്യം ധ്യാനിച്ചു കൊള്ളണം. എന്ത് ധ്യാനിക്കണം? എല്ലാ അനുഭവങ്ങളും ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെയാണ്. പെയിൻഫുള്ളായ നിരാശ അനുഭവങ്ങൾ പോലും ദൈവം നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം അത് ഓർത്താൽ പോരാ, അത് ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് നിരാശ ഉണ്ടാകത്തില്ല. ഓ ഇതിൻ്റെ കർത്താവിന് ഉദ്ദേശമുണ്ട് കേട്ടോ, ചില കാര്യങ്ങൾ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. എനിവേ ഇറ്റ്സ് ഗുഡ്, ഐ ബിലീവ്. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല എന്ന് പറയുന്നത് നമുക്കുണ്ട് പ്രത്യാശയും നമ്മുടെ നിരാശയിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒന്ന് ഓർക്കണം, രണ്ട് ധ്യാനിക്കണം, മൂന്നാമത്തെ കാര്യം പത്താമത്തെ വാക്യം വായിച്ചേ. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. മൂന്നാമത്തെ ക്രിയാപദം സ്തോത്രം ചെയ്യണം. ഹാവ് എ താങ്ക്ഫുൾ ഹാർട്ട്. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ ഏമ്പക്കം പെട്ടണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന, ആ വരെ നോട്ട് ചെയ്യണം ബൈബിൾ ഉണ്ടെങ്കിൽ, നിനക്ക് തന്നിരിക്കുന്ന, നീ നേടിയതല്ല, രക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, സൗന്ദര്യം, ഭാര്യ, ഭർത്താവ്, മക്കള്, വീട്, വണ്ടി, ഇതെല്ലാം എന്താണ്? നിനക്ക് തന്നതാ, നീ നേടിയതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്തിനും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ സ്റ്റെപ്പെല്ലാം കയറി മോളി വരാനായിട്ട് ദൈവം നരിയാണിക്ക് ബലം നൽകി, അല്ലെങ്കിൽ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു. തളർന്ന് അനേകം വീടുകളിൽ കിടപ്പുണ്ട്, കൈ അനക്കാൻ വല്ല കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നന്ദിയുള്ളൊരു ഹൃദയം, ഹാവ് എ താങ്ക്ഫുൾ ഹാർട്ട്. ദൈവങ്ങൾക്ക് പലപ്പോഴും ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഇല്ലാത്തതിനെ പറ്റി കംപ്ലൈൻറ്റാണ്, ഉള്ളതിന് നന്ദി പറഞ്ഞു നോക്കും, ഇല്ലാത്തതും ഉണ്ടാവും. അപ്പോൾ അതാണ് ദൈവം, നന്ദി പറയണം, നന്ദിയുള്ള ഹൃദയം. അവിടെ ഒരു ഒന്ന് രണ്ട് പ്രതപരങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. നിൻ്റെ ദൈവമായ യഹോവ, അവിടെ നിൻ്റെ ദൈവമായ പാസ്റ്റർ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോഴും ഇടയ്ക്കും രണ്ടു കാര്യവും പറഞ്ഞു. എൻ്റെ ദൈവം, ശ്രദ്ധിച്ചാണ് നിങ്ങൾ എത്ര ശ്രദ്ധിച്ചത്? ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ ദൈവം, നിൻ്റെ, ഈ എൻ്റെ നിൻ്റെ എന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? നമ്മളെപ്പോഴാണ് ചുമ്മാ പറയാറുണ്ടോ? ഇപ്പോൾ ഇവിടെ നമ്മൾ തമിഴ്നാട്ടിൽ പോയി പറയുകയാണ് എൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരും പറയാറുണ്ടോ? ഉണ്ടോ? ഞങ്ങളുടെ മുഖ്യമന്ത്രി പറയും, ഞങ്ങളുടെ വാർഡ് മെമ്പർ, ഞങ്ങളുടെ MLA, ഞങ്ങളെന്ന് പറഞ്ഞത്. പക്ഷേ സ്വന്തം ഭാര്യയെ പറ്റി പറയുമ്പോഴോ എറണാകുളത്ത് പറയും ഞങ്ങളുടെ ഭാര്യ എന്നാരെങ്കിലും പറയാറുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെ ഭർത്താവ് എന്നാരെങ്കിലും പെണ്ണുങ്ങൾ പറയാറുണ്ടോ? നമ്മൾ പറയത്തില്ല. അവിടെ പറയുമ്പോൾ എന്ത് ചെയ്യും? എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൾ. ഇനി നിസ്സാര ഒരു പേന ആണെങ്കിലും നമ്മളെന്ന് പറയും, ബൈബിളാണെങ്കിൽ പറയും ഇതെൻ്റെ പുസ്തകം. അപ്പോൾ എൻ്റെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ്. ദാവീദ് പറഞ്ഞു, യഹോവേ കർത്താവേ നീ എൻ്റെ ദൈവം, അധികാരത്തിൽ ഞാൻ നിന്നെ അന്വേഷിക്കും. ദൈവമേ നീ എൻ്റെ ദൈവം, എൻ്റെ ദാവീദ് പറയുന്നത്. ഇപ്പോൾ ദാവീദ് പറയുന്നത് ദൈവം നമ്മളെപ്പറ്റി ഒന്ന് പറഞ്ഞു. മോനെ അരവിന്ദനെ പറ്റിയും പാഷ മാത്തുവിനെ പറ്റി പറഞ്ഞു, മോനെ നീ എൻ്റെയാ. സഹോദരിമാരെ പറ്റി ദൈവം പറഞ്ഞത്, മോളെ നീ എൻ്റെയാ, ഞാൻ നിൻ്റെയാ. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനൊരു ബന്ധമാണ്, ഒരു ഉപരിപ്പുള്ള ബന്ധമല്ല. അത്ര ക്ലോസ് ആയിട്ട് നമ്മളോട് ബന്ധപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് തടസ്സം ആരെന്നറിയോ? നമ്മളാ. കർത്താവേ നീ എൻ്റെ കർത്താവാണ്, നീ എൻ്റെ അപ്പനാണ്, നീ എൻ്റെ സർവസ്വമാണ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ആ ബന്ധത്തിന് ദൃഢത കൂടുക ചെയ്യുന്നത്. നമ്മളങ്ങനെയാണോ? നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന, നീ നേടിയതല്ല, ശ്രദ്ധിച്ചോണം വാക്യം, നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഈ കൂടെ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 30:11-12. പെട്ടെന്ന് വായിച്ചു വിട്ടാൽ സങ്കീർത്തനം 30:11-12. സങ്കീർത്തനം 30:11-12 നമുക്ക് പരിചയമുള്ള വാക്യം. 30 സങ്കീർത്തനം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം മുടിപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. ഹോ സ്തോത്രം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി. എപ്പോഴാണ് നമ്മൾ വിലപിക്കുന്നത്? നിരാശ വരുമ്പോൾ, അല്ലെങ്കിൽ മരണം, വേർപാട് വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ വിലപിക്കും. നൃത്തം ചെയ്യുന്നത് എപ്പോഴാണ്? സന്തോഷാധിക്യത്താൽ നൃത്തം ചെയ്യുന്നത്. വിലാപത്തെ നൃത്തമാക്കി രട്ടയച്ച് സന്തോഷം ഒഴിപ്പിച്ച്. രട്ടെപ്പോഴാണെന്നറിയോ? പഴയ നിയമത്തിൽ കണ്ടതറിയാം. യുദ്ധത്തിന് പരാജയപ്പെടുമ്പോൾ, മരണം, വേർപാട്, യുദ്ധത്തിൽ പരാജയപ്പെടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിരാശ വരുമ്പോൾ രട്ടെടുത്ത് രട്ടിലും വെണ്ണീരിലും ഉപവസിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. രട്ടയച്ച് തന്നെ നീ സന്തോഷം ഒടിപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയോ?
മൗനമായിരിക്കരുത്. നീ ഇനി മൗനമായിരിക്കാതെ സ്തുതി പാടാൻ വേണ്ടിയാണ് ഇത് ദൈവം ചെയ്തത്. അപ്പോൾ ദൈവം നമ്മുടെ വിലാപം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പ്രിയമുള്ളവരെ, നിത്യത മുഴുവനും പിശാചിൻ്റെ ദൂതന്മാർക്ക് കൊണ്ട് ഒരിക്കലും വിലപിച്ച നിരാശയിൽ ഒരിക്കലും അവസാനിക്കുന്ന നിത്യയുഗങ്ങൾ നരകത്തിലാകേണ്ട നമ്മളെ ദൈവം വീണ്ടെടുത്തു. അപ്പാ ഡാഡി എന്ന് വിളിക്കാനായിട്ടുള്ള വലിയൊരു പ്രവേദന തന്നിരിക്കുക. നൃത്തം ചെയ്യാനുള്ള കാര്യം അത് തന്നെ വലിയൊരു കാര്യമാണ്. എന്നറിയോ, ഇനി മൗനമായിരിക്കരുത്, വാ തുറന്ന് സ്തുതിക്കണം. വാ തുറന്ന് സ്തുതിക്കണം. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടാൻ വേണ്ടിയാണ് ദൈവം ചെയ്തത്. ഓക്കെ, ഞാനേ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തുമ്പോൾ പറയാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഞങ്ങൾ 4 ആൺപിള്ളേരാണ്. എനിക്ക് സിസ്റ്റേഴ്സ് ഒന്നുമില്ല. എൻ്റെ അപ്പനും എല്ലാ ആണുങ്ങളും മാത്രം. എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട് വന്നത്. അപ്പോൾ അദ്ദേഹം എന്നെയൊക്കെ 6-6.5 വയസ്സിന് മൂത്തതാണ്. ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പോൾ എന്ന് പറയുന്ന ആൾ വരുമായിരുന്നു. ആ പോള് ചുരുക്കി പറയാം, നീണ്ട കഥയാണ്. അദ്ദേഹം വരുമ്പോഴത്തേക്ക് അന്ന് ഞങ്ങൾ യാക്കോബ് ഇരിക്കുക. അപ്പോൾ ഈ യാക്കോബ് പള്ളിയിൽ പോകുന്ന സമയമാണ്. ഈ പോള് വന്ന് ചേട്ടൻ്റെ കൂടെ ഒരു മുറി കയറുന്ന ബൈബിൾ വായിക്കുക ഒന്നും അറിയത്തില്ല. വായിച്ചിട്ട് മനസ്സിലാകുന്ന അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്യും, പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പം ഞാൻ ഈ പോളിൻ്റെ കൂടെ മിണ്ടാറില്ല, കാരണം എൻ്റെ ഒരു തരപ്പടി അല്ലെങ്കിൽ എൻ്റെ ഒരു പിയർ ഗ്രൂപ്പല്ല. അപ്പോൾ ഈ പോള് പോയി. അപ്പോൾ ഒരു ദിവസം ഞാൻ മോശനോട് ചോദിച്ചു, ചേട്ടാ ഈ പോള് ഏതാണ്ട് വലിയ ഞാനിപ്പോഴും ഓർക്കുന്നൊരു വെള്ള വരവരെയുള്ള വെള്ള ഷർട്ടിൽ ഇങ്ങനെ ലൈനുള്ള ഒരു ഷർട്ട്, ഒരു മുണ്ടുമുണ്ട്, കോടിമുണ്ടാണ് പുള്ളി കൊടുക്കുന്നത്. അത് നീറ്റായിട്ട് തേച്ച പുള്ളി വരുള്ളൂ. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, ഇദ്ദേഹമുണ്ട് വലിയ വലിയ പണക്കാരൻ, എപ്പോഴും കുട്ടപ്പനായിട്ട് വരുള്ളൂ, വലിയ നീറ്റ് കാശുള്ള വീട്ടിലാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എടാ നിനക്ക് പോളിനെ അറിയത്തില്ല. പോളിന് തീരെ കുഞ്ഞിലെ പോളിൻ്റെ അപ്പം മരിച്ചു പോയതാണ്. പോളിന് ബ്രദറുണ്ട്, ചേട്ടന് വാച്ച് കട നിൽക്കുക, വാച്ച് നന്നാക്കുകയാണ്. അപ്പോൾ പോള് വളരെ ദുരിതം, അതായത് ഒരു ഓല മാത്രമാണ്, നല്ല ശക്തമായിട്ട് മഴ പെയ്താൽ വെള്ളം മുഴുവൻ അകത്ത് വീഴുന്ന ഒറ്റ മുറി അടുക്കളയുള്ള ഒരു ഭവനത്തിലാണ് പോൾ നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ ആ സ്റ്റോറി പറഞ്ഞത്, പോള് കോളേജിൽ പഠിച്ചപ്പം ഈ ഒരു ഷർട്ടും മുണ്ടും മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, വേറെ ഒന്നുമില്ലായിരുന്നു. 3 ദിവസം ഈ ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ട് കോളേജിൽ പോകും. ബുധനാഴ്ച വൈകിട്ട് കോളേജിൽ നിന്ന് വന്നിട്ട് കഴിഞ്ഞിട്ട് ഇത് അലക്കിയിട്ട് കുടഞ്ഞ് ഉണക്കുമായിരുന്നു. ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ കുടഞ്ഞ് ഉണക്കും. ആ ഉണക്കിയ ഷർട്ടും മുണ്ടുമായിട്ടാണ് പുള്ളി വ്യാഴം വെള്ളിയും കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. നീറ്റായിട്ട് പുള്ളി പോവുള്ളൂ. പക്ഷേ ഉടുതുണിക്ക് മറുതുണി ഇരുന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥ ജീവിച്ച മനുഷ്യന് പോള്. ഇതിൻ്റെ സ്റ്റോറി അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അനേക വർഷങ്ങൾക്ക് ശേഷം പോള് എന്നെ ദൈവം അനുഗ്രഹിച്ചു. പോള് വെളിയിലൊക്കെ പുറത്തൊക്കെ പോയി ദൈവം തിരിച്ചു വന്ന് വീടൊക്കെ വെച്ചിട്ട് എൻ്റെ ചേട്ടനെ ഇതിന് വിളിച്ചു, ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വിളിച്ചു. ചേട്ടൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ വിഭവസമൃദ്ധമായ വലിയ വീട് അദ്ദേഹം ഇരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പം മോർച്ച് വെച്ച് പോളെ ഇതിൻ്റെ വല്ലതും കാര്യമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, മാത്യു, എൻ്റെ ചേട്ടൻ്റെ ഒഫീഷ്യൽ നെയിം മാത്യു എന്നാണ്, മാത്യു, ഇന്നും ഞാൻ ഈ ചോറിൻ്റെ കൂട്ടാൻ എന്തെങ്കിലും കൂട്ടാൻ കൂട്ടി ചോറ് കഴിക്കുമ്പോഴും ഇന്നും എൻ്റെ കണ്ണ് നിറയാതെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ നോക്കി, എന്താ ഇന്നും കണ്ണ് നിറയേണ്ട കാര്യം എന്ത്? ഇന്ന് പുള്ളിക്ക് ധാരാളം സമ്പത്തുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, കർത്താവേ, അനേക വർഷങ്ങൾക്ക് മുമ്പ് കുന്നംപള്ളിയിലെ ആ കൊച്ചു ഓലപ്പുറയിൽ ജീവിച്ചപ്പോൾ കഞ്ഞി ഉണ്ടായിരുന്നു. കഞ്ഞിക്കകത്ത് ചോറ് കുറവാണ്, വെള്ളം കൂടുതൽ. അതിനകത്ത് ഈ കാന്താരമുളക് ഞെരടിയാണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ഒരവസ്ഥയിൽ നിന്നാണല്ലോ ഇന്ന് നീ എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് ഓർക്കുമ്പോൾ ഞാൻ എപ്പോൾ ഫുഡ് കഴിച്ച കണ്ണീര് അറിയാതെ, വർഷങ്ങൾക്ക് ശേഷവും എൻ്റെ കണ്ണീര് അറിയാതെ വരുമെന്ന് പോൾ പറഞ്ഞു. അല്ലാതെ ഇപ്പോഴും കഴിക്കാറില്ല, ഇന്നെല്ലാം ഉണ്ട്. പക്ഷേ അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ നമ്മൾ അർഹിക്കുന്നതല്ല, അവൻ തന്നതാണ്. അതുകൊണ്ട് ഒരു നന്ദിയുള്ള ഹൃദയമാണ് ഒരു ദൈവവേദലിന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. കംപ്ലൈൻറ്റ് നേച്ചറല്ല, ഉള്ളതിന് നന്ദി പറയുന്ന ഒരു സ്വഭാവം. ബി താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ വാട്ട് ഹി ഹാസ് ഗിവൺ ടു യു. അതുകൊണ്ട് താങ്ക്ഫുൾ ഹാർട്ട്, നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടായിരിക്കാം. ഞാൻ തിരിച്ചു പറയട്ടെ, ഒരു പോയിൻറ്റും കൂടെ ഉള്ളൂ. 3 എണ്ണം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന്. എന്നെ മറന്ന കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഡോക്ടർമാർ പറഞ്ഞല്ലോ, കാലത്ത് വെച്ചും പോയിട്ട് ആഹാരത്തിന് മുമ്പും ശേഷമൊക്കെ കഴിക്കേണ്ട മരുന്നിൻ്റെ ഗുളികയുടെ ഇതാ പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ഓർക്കണം. എന്തോർക്കണം? കഴിഞ്ഞ കാലങ്ങളിൽ നടത്ത വിധമൊക്കെയും ഓർക്കണം. മറന്നുപോകാൻ സാധ്യതയുണ്ട്, ഓർക്കണം. 2, ധ്യാനിക്കണം. അപ്പം നിങ്ങൾ ആക്റ്റീവായി, സന്തോഷം. അതല്ല, ഞാൻ തീരുന്നതിന് മുമ്പ് നിങ്ങൾ പറയാൻ തുടങ്ങുള്ളൂ. 2ാമത്തെ കാര്യം, ധ്യാനിച്ചോളൂ. എന്ത് ധ്യാനിക്കണം?
എല്ലാ അനുഭവങ്ങളും പെയിൻഫുൾ എക്സ്പീരിയൻസ് പോലും ഒരപ്പൻ തൻ്റെ മകനെ ഡിസിപ്ലിൻ ചെയ്യുക, ശിക്ഷിക്കുന്നത് പോലെ എന്നല്ല, ശിക്ഷിച്ച് വളർത്തുന്ന പോലെ എന്ന കാര്യം എന്ത് ചെയ്യും? ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്, ധ്യാനിക്കണം. മൂന്നാമത്തെ എന്താണ്? സ്തോത്രം ചെയ്യണം. എന്തിനു വേണ്ടിയാ? എല്ലാത്തിനും തന്നിരിക്കുന്ന എല്ലാത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നാലാമത്തെ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 17-ാമത്തെ വാക്യം. 17. അതെ, അത് അടുത്ത വാക്കോട് വായിച്ചു. മതി. 17-ാമത്തെ വാക്യത്തിന് തൊട്ട് മുമ്പിലത്തെ ഒരു ചെറിയൊരു വാക്കുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളണം. 4-ാമത്തെ പദം സൂക്ഷിച്ചു കൊള്ളണം. സൂക്ഷിച്ചാൽ എന്താ പറയുന്നത്? പണ്ട് പറയാം, സൂക്ഷിച്ചാൽ ദുഃഖിക്കണം, അതറിയാം അല്ലേ? അപ്പോൾ സൂക്ഷിച്ചു കൊള്ളണം. എന്താ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ മറന്നിട്ടേ ദൈവം എന്തെങ്കിലുമൊക്കെ ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ തന്നു കഴിയുമ്പോഴത്തേക്കേ എൻ്റെ കൈയുടെ ബലവും ഞാൻ വിചാരിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് പണ്ട കാരണവന്മാർ പിള്ളേരോട് പറയും, ഡാ നിങ്ങളോടും പറഞ്ഞില്ല കേട്ടോ, ഞാൻ നിങ്ങളെ ഉറക്കം പോകാൻ വേണ്ടി പറഞ്ഞ എന്താന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ചോര നീരാക്കി കഷ്ടപ്പെട്ട് മുണ്ട് മുറുക്കി കൊടുത്ത്, ഈ പ്രയോഗം കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേർ കേട്ട് കാണത്തില്ല, പഴയ ആൾക്കാർക്കറിയാം. ചോര നീരാക്കി കഷ്ടപ്പെട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് ഇതൊക്കെ ഉണ്ടാക്കിയത് നീയൊക്കെ ഉത്തരവാദിത്തമില്ലാതെ നശിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞ് കാരണവന്മാർ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെയല്ല മക്കളെ സഹായിക്കാറുണ്ട്. എന്നെ പറയുന്ന കാര്യം എന്നറിയോ? ഇവന്മാർ ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കുന്നതുകൊണ്ട് അപ്പച്ചനൊക്കെ മുണ്ട് മുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ടാണ് ഈ സമ്പത്തും എല്ലാം ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ഒരു നേച്ചർ. പക്ഷെ ഒരു വിശ്വാസിക്ക് അത് പറയാൻ അർഹതയില്ല. കാരണം അത് പറയുന്നത്, അതായത് നിൻ്റെ ഹൃദയത്തിൽ പോലും, വെളിയിൽ പറയരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിൽ പോലും പറയരുത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നുള്ള വായ സംസാരിക്കുന്നത് അല്ലേ? എന്ത് പറയരുന്ന? എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തും ഉണ്ടാക്കി എന്ന് നിൻ്റെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. കാരണം നമ്മൾ എന്തെങ്കിലും നേടിയോ, നമ്മുടെ കഴിവോ, നമ്മുടെ മിടുക്കോ, നമ്മുടെ വിദ്യാഭ്യാസമോ എന്തോ ആയിക്കോട്ടെ, അതുകൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ നേടിയെന്ന് നമ്മൾ ചിന്തിച്ചെങ്കിൽ അവിടെയാണ് അഹങ്കാരം എന്ന് പറയുന്നൊരു ഇത് വരുന്നത്. അത് വന്നാൽ പ്രിയമുള്ളവരെ തീർന്നു. ഈ അഹങ്കാരമാണ് ലൂസിഫറിനെ പിശാചാക്കി നമുക്കറിയാമല്ലോ അല്ലേ? അപ്പോൾ അത് വളരെ അപകടം പിടിച്ചാണ്. ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ദൈവം ഒരിക്കലും വെച്ച് ഉറപ്പിക്കാത്ത കാര്യമാണ് അഹങ്കാരം. ഞാനുണ്ടാക്കി എൻ്റെ കഴിവ്, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ മിടുക്ക്, എൻ്റെ സ്വാധീനം കൊണ്ടൊക്കെയാണ് ഞാൻ ചില കാര്യങ്ങൾ ചിന്തിച്ചത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയാൽ അവിടെ വിട്ടേക്കണം, അവിടെ നിന്ന് വിട്ടേക്കണം, സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്നറിയോ? അടുത്ത വാക്യത്തിൽ വായിച്ചേ, സൂക്ഷിക്കണം. ആ ആ അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തന്നത്. നീ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അവൻ ശക്തി തന്നതുകൊണ്ട് മാത്രമാണ്. നീ എഴുന്നേറ്റ് വീടിന് വെളിയിൽ ഇറങ്ങിയുണ്ടല്ലോ, ആ നിൻ്റെ നരിയാണേയും കാലം ഹല്ലേലൂയ, അത് ദൈവം ചലിപ്പിച്ചത് കൊണ്ടാണ്. ഓർക്കണം, ഒന്നും പുകഴാനില്ല പ്രിയമുള്ളവർ, ഒന്നും യാതൊന്നുമില്ല, നമുക്കൊന്നും പറയാനില്ല എത്ര മിടുക്കരാണെങ്കിലും. അതുകൊണ്ട് ഹൃദയത്തിൽ പോലും പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം, ഞാനിപ്പോൾ നിർത്താം 5 മിനിറ്റ്. നിങ്ങളൊന്ന് ചിരിച്ചാൽ എല്ലാവരും ഉറക്കച്ചിരിക്കണ്ട കേട്ടോ, ചുമ്മാ ചിരിച്ചാൽ മതി. നിങ്ങൾ ചിലരൊക്കെ ഇങ്ങനെ എന്താ കാര്യത്തിന് വേണ്ടി സന്തോഷിച്ചിരിക്കും ദൈവത്തിൻ്റെ ചിരിക്കുമ്പോഴേ നമ്മൾ ആൾക്ക് ഇങ്ങോട്ട് ചിരിക്കാം. ഇപ്പം ഞാൻ പാസ്റ്ററോട് പറയാം, പക്ഷേ ഹലോ ഇങ്ങനെ ചിരിച്ചിട്ട് വായ അടയുന്നില്ലെങ്കിൽ എന്ത് വൃത്തികേടായിരിക്കും. ഹലോ ഭാഷ, എൻ്റെ പൊന്നെ എന്തൊരു വൃത്തികേടാണെന്നാലും ചോദിക്കേ. നമ്മൾ ഈ പൊളിക്കുന്ന വായ അടയാൻ പോലും നമ്മുടെ പല പേശികൾ ചലിക്കണം, ധാരാളം പേശികൾ ചലിക്കണം. ഈ മൈക്ക് ഞാൻ കൈകൊണ്ട് പിടിക്കൊണ്ട് എൻ്റെ എത്ര പേശി ചലിക്കണം എന്നറിയോ? സയൻസ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ നമ്മളൊന്ന് പുഞ്ചിരിച്ചിട്ട് പഴയ സ്ഥാനത്ത് വരാൻ വേണ്ടി തന്നെ 112 മസിലുകൾ, ചെറിയൊരു മസിലുകളുണ്ട്, പേശികൾ, അത് ചലിക്കണം. അല്ലെങ്കിൽ ചിരിച്ചത് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇലാസ്റ്റിസിറ്റി പോയാലോ ഉണ്ടല്ലോ എന്തൊരു വികൃതമായിരിക്കും അല്ലേ? അപ്പം ഞാൻ പറഞ്ഞത്, ഒരു പേന എടുക്കാനോ, ഒരു വണ്ടി ഡ്രൈവ് ചെയ്യാനോ, ഒരു മൈക്ക് എടുക്കാനോ, ഒന്ന് നടക്കാനോ ഒക്കെ 100,000 പേശികൾ ചലിക്കണം. അത് ചലിപ്പിക്കുന്ന ദൈവത്തോടാണ് പറയുന്നത്. ആ ചലിപ്പിക്കുന്ന ദൈവത്തിലാണ് പറയുന്നത്, എൻ്റെ കൈയുടെ ബലവും എൻ്റെ ശക്തി സമ്പത്തുണ്ടാക്കുന്നത്. പറയാൻ പറ്റുമോ? ഇല്ല.
എൻ്റെ ദൈവമേ, ഞാൻ നടന്ന് എഴുന്നേറ്റ് ശ്വസിക്കുന്നത്, ബ്രീത്ത് ചെയ്യുന്നത് പോലും തമ്പുരാൻ്റെ കൃപ കൊണ്ടല്ലേ പ്രിയമുള്ളവരെ. എന്തെങ്കിലും നമുക്ക് പുകഴാനുണ്ടോ? ഒന്നുമില്ല. ദൈവത്തിൻ്റെ കൃപ വരുന്ന ആരിലേക്കെന്നറിയോ? അഹങ്കാരം എഴുതുന്ന താഴ്മുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ഞാനൊരു സിമ്പിൾ നമ്മുടെ അരവിന്ദൊക്കെ പണ്ട്, അരവിന്ദ് സൗകര്യമൊക്കെ ഉണ്ട്, കെട്ടിടം പണിക്കുന്ന അല്ലേ, നിങ്ങൾ ബിൽഡിങ് പണിക്കാരാണ്. അവരോട് വെച്ച് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അവർക്കറിയാവുന്ന കാര്യമാണ്. ഒരു 10 നില കെട്ടിടം സങ്കല്പിക്കുക, വലിയ 10-15 നിലയുള്ള ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകളിലാണ് വാട്ടർ ടാങ്കി വെക്കുന്നത് അല്ലേ. ഏറ്റവും പവർഫുള്ളായിട്ട് ശക്തമായിട്ട് വെള്ളം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണോ 10ാമത്തെ ഫ്ലോറിലാണോ? എന്തുകൊണ്ടാണ്? അത്രയും പ്രഷറാണ്. ദൈവത്തിന് കൃപ ഇതുപോലെയാണ്. ദൈവത്തിന് എന്തുമാത്രം താഴ്ന്നോ അത്രയും കൃപ അങ്ങോട്ട് ഒരു ദൈവം തരും. ദൈവത്തെ അത് വലിയൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. നമ്മൾ എന്തുമാത്രം കർത്താവേ, ഞാൻ ഒന്നുമില്ല കർത്താവ്, എനിക്ക് നിൻ്റെ കൃപ ആവശ്യമാണെന്ന് പറഞ്ഞ് ദൈവത്തിൽ മുട്ടുമടക്കുന്ന താഴ്ന്നവരിലേക്ക് ദൈവത്തിന് കൃപ ഇങ്ങനെ ശക്തമായിട്ട് വരും. അപ്പോൾ നമുക്ക് പോകാൻ ഒന്നുമില്ലെന്ന് ഓർക്കുക പ്രിയമുള്ളവർ. ഒന്നുമില്ല, നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്? ഓർക്കണം. എന്തോർക്കണം? കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വിധമൊക്കെയും ഓർക്കണം. രണ്ടാമത്തേത് ധ്യാനിച്ചു കൊള്ളണം. എന്താണ്? എന്ത് വേദന അനുഭവം ഉണ്ടായാലും, എന്ത് പെയിൻഫുൾ എക്സ്പീരിയൻസും, പരാജയമോ നിരാശയോ എന്തും ആയിക്കോട്ടെ, ഒരപ്പൻ അനുവദിക്കാതല്ല ഇത്. നന്മ കണ്ടുകൊണ്ടാണ്. ഒരപ്പൻ തെറ്റുപറ്റത്തില്ല. ഒരപ്പൻ തൻ്റെ മകനെ ഡിസിപ്ലിൻ ചെയ്യുന്നത്, ശിക്ഷിച്ച് വളർത്തുന്നത് പോലെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എപ്പോഴും ഓർക്കണം. മൂന്നാമത്തെ എന്താണ്? സ്തോത്രം ചെയ്യണം. ഹാവ് എ താങ്ക്ഫുൾ ഹാർട്ട്, നന്ദിയുള്ള ഒരു ഹൃദയം. നാലാമത്തേത് സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കണം? അഹങ്കാരമോ നികളോ വരാതെ ദൈവങ്ങളിൽ താഴ്ന്നിരിക്കുന്ന ഒരു അനുഭവം എപ്പോഴും ഉണ്ടായി. ഹൃദയത്തിൽ കർത്താവേ, ഞാൻ ഒന്നുമില്ല കർത്താവേ, എനിക്ക് പോകാൻ ഒന്നുമില്ല എന്നുള്ള ആ താഴ്മയുടെ ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഞാൻ പറയാതെ പറയാം, 4 പോയിന്റ് മാത്രം പറയാമോ? ഒന്നാമത്തെ എന്താണ്? ഓർക്കണം. രണ്ടാമത്തേത് ധ്യാനിക്കണം. മൂന്നാമത്തേത് സ്തോത്രം ചെയ്യണം. സൂക്ഷിക്കണം. അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഒരുമിച്ച് സമയം ചെലവഴിക്കാനും എൻ്റെ അനുഭവ ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയാനൊക്കെ ദൈവം സഹായിച്ച് നന്ദി പറയുകയാണ്. നിങ്ങൾ എന്നെ മറന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ 4 കാര്യങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പറ്റുമെങ്കിൽ എപ്പോഴും എപ്പോഴാണ് ചെയ്യേണ്ടത്? ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും ഈ ടാബ്ലറ്റ് കഴിച്ചോണം. എന്താണ് ഈ 4 എണ്ണം? നമ്മൾ ഈ പ്രഷറിൻ്റെ ഷുഗറിൻ്റെ ഗുളി കഴിക്കുന്ന പോലെ ഓർക്കേണ്ട കാര്യങ്ങൾ കർത്താവെ ഓർക്കണം, ധ്യാനിക്കണം, സ്തോത്രം ചെയ്യണം, സൂക്ഷിക്കണം. അങ്ങനെ ദൈവം നമ്മളെല്ലാവരും സഹായിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരാൻ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് നമ്മുടെ ആയുസിൻ്റെ അവസാനം വരെയും കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് വിളിക്കുന്നവരെയും വിശ്വസരായിട്ട് ജീവിക്കാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.